ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തയ്യാറാക്കുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിന്റെ വീഡിയോ ആണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് കൂവപ്പൊടിയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും, കൂവപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോ റൂട്ട് പൗഡർ. അത് വളരെ ഹെൽത്തിയാണ്. കൊച്ചു കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കഴിക്കാവുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്ത കൂവപ്പൊടിക്കകത്തോട്ട് ലേശം വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള അളവിൽ പൊടിയുടെ അളവ് കൂട്ടി കൊടുത്താൽ മതി. ഇതുപോലെ ഒന്ന് ആദ്യം നമ്മൾ ലേശം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. നമ്മുടെ ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് കുറച്ച് പാല് കാച്ചിയെടുക്കാം. നമ്മൾ തിളപ്പിച്ചെടുത്ത പാല് നമുക്കൊന്ന് തണുപ്പിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നമ്മൾ പാല് കാച്ചിയെടുത്ത പാത്രത്തിലേക്ക് തന്നെ ഞാൻ കുറച്ച് വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെക്കാൻ പോവുകയാണ്. ഇപ്പം നമ്മുടെ വെള്ളം ചെറുതായി ചൂടായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ആരോ റൂട്ടിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറുക്കി എടുക്കാം. ഞാനിപ്പോൾ ചെറിയ തീയിലാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. നമ്മുടെ കൂവ ഇവിടെ ഏകദേശം കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കൂവ ഇവിടെ കുറുക്കി വന്നിട്ടുണ്ട്. ഞാനിതിപ്പോൾ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിരുന്ന് ലേശം തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നമുക്കിനി നമ്മുടെ മിക്സിയിലെ ജാറിലേക്ക് നമുക്ക് ആദ്യം തിളപ്പിച്ച് നമ്മൾ തണുപ്പിക്കാനായിട്ട് വെച്ച പാല് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ കൂവ നമ്മൾ കുറുക്കി വെച്ചേക്കുന്നതും കൂടെ ആഡാക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് ഈന്തപ്പഴവും കൂടെ ആഡാക്കി കൊടുക്കാം. നമുക്കിനി ഇതിനാവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഒന്നെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ ചേർക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് വേവിച്ചത് ചേർത്ത് കൊടുക്കാം. ഒരിക്കലും പച്ചയായിട്ടുള്ള ക്യാരറ്റ് ഇതിലേക്ക് മിക്സ് ചെയ്യരുത്. ഒന്ന് ആവി കയറ്റി എടുത്ത് ഒന്ന് വെന്ത് വന്നിട്ടുള്ള ക്യാരറ്റ് മാത്രമേ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുള്ളൂ. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ക്യാരറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം ഞാനിവിടെ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. നമുക്ക് ഇതിലേക്ക് ഈ സമയത്ത് ഒരു ചെറിയ ഏത്തപ്പഴം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ചെറുപഴം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കപ്പോൾ ഇങ്ങനെ കുടിക്കുന്ന സമയത്ത് ഒരു കടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ആപ്പിൾ പീസസ് ഉണ്ടെങ്കിൽ അത് വേണമെന്നുണ്ടെങ്കിലും ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഏത്തപ്പഴമാണ് ചേർക്കുന്നത്. നമുക്കിനി ഈ പീസസ് നമ്മുടെ അടിച്ചു വെച്ചേക്കുന്ന ഡ്രിങ്കിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഏത്തപ്പഴവും കൂടെ ഈ ഡ്രിങ്കിലേക്ക് ആഡാക്കി കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് ചിയ സീഡ്സ് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതില്ലെങ്കിൽ സബ്ജ സീഡ്സ് വേണമെന്നുണ്ടെങ്കിലും ആഡാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കൂവപ്പൊടി കൊണ്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വലിയവർക്കും കുട്ടികൾക്കും ഒരുപോലെ കഴിക്കാവുന്ന ഒരു ഡ്രിങ്കാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ നോക്കുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെ ഫീഡ്ബാക്ക്സ് കമൻസ് വഴി അറിയിക്കാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണും വരെ നന്ദി, നമസ്കാരം.